നാടക അഭിനയത്തിലൂടെ കലയെയും കലാജീവിതത്തെയും സ്നേഹിച്ച കലാകാരിയായ ആശാ രാജിനെ തേടിയെത്തുന്നത് നിരവധിയായ പുരസ്കാരങ്ങൾ. കലാരംഗത്തേക്കുള്ള തുടക്കം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ. പാലാ കിടങ്ങൂർ വൈക്കത്തുശ്ശേരിൽ വീട്ടിൽ ആശാ രാജ് കലാരംഗത്ത് സജീവമായി മാറിയിരിക്കുകയാണ്. സ്കൂൾ കാലഘട്ടത്തിൽ നാടകത്തിന് ജില്ലയിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും നേടി. അതോടൊപ്പം നൃത്തം, തിരുവാതിര, ഒപ്പന, ഡ്രോയിങ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിലും ആശ പങ്കെടുത്തു. പ്രൊഫഷണൽ ജീവിതവും കലയും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആശാ രാജ് ഒരു നഴ്സായി ജോലിയിൽ പ്രവേശിച്ചു. എന്നിട്ടും കലയോടുള്ള അവരുടെ താല്പര്യം കുറഞ്ഞില്ല. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പുടി തുടങ്ങിയ നൃത്തങ്ങൾ പഠിക്കുകയും അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. വിവാഹശേഷം ജോലിയും കുടുംബവുമായി തിരക്കിലായെങ്കിലും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ അവർ വീണ്ടും കലാരംഗത്തേക്ക് തിരിച്ചെത്തി. നാടകവും സിനിമയും. കിടങ്ങൂർ നെസ്റ്റ് അവതരിപ്പിച്ച മണ്ണിന്റെ കാമുകൻ എന്ന നാടകത്തിലൂടെയാണ് ആശാ രാജ് വീണ്ടും അഭിനയ രംഗത്ത് സജീവമായത്. എൻ്റെ പേര് ആശാ രാജ്. എൻ്റെ വീട് കിടങ്ങൂരാണ്. ഞാൻ ഈ കലാഫീൽഡിലേക്ക് വന്നത് സ്കൂൾ സമയത്താണ്. അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി നാടകത്തിൽ അഭിനയിക്കുന്നത്. നാടകം മാത്രമല്ല കേട്ടോ, ഡാൻസ്, പാട്ട്, ഒപ്പന എല്ലാത്തിനും ചേരുമായിരുന്നു. അങ്ങനെ നാടകത്തിലാണ് എനിക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് ഫസ്റ്റ് എ ഗ്രേഡും കിട്ടുന്നത്. അതിനുശേഷം പിന്നെ പഠിത്തത്തിൽ മുഴുകി അവസാനം നഴ്സിംഗ് പഠിച്ചു, സ്റ്റാഫ് നഴ്സായി. ആ സമയത്ത് ഡാൻസുകളും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അതെല്ലാം പഠിച്ചായിരുന്നു. അതെല്ലാം അരങ്ങേറുകയും ചെയ്തു. അതൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്താകട്ടോ, അതെല്ലാം പഠിച്ച് അരങ്ങേറുകയും ചെയ്തു. പക്ഷേ കണ്ടിന്യൂസ് പോകാനായിട്ട് പറ്റിയില്ല, നമ്മുടെ ജോലിയുടെ ഇതുകൊണ്ട് നമുക്ക് പറ്റിയില്ല. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷമാണ് പിന്നീട് നാടകത്തിലേക്ക് വന്നത്. അപ്പോൾ നാടകത്തിലേക്ക് വന്നു. മണ്ണിൻ്റെ കാമുകൻ എന്ന് പറഞ്ഞൊരു നാടകമാണ് ഞാൻ അഭിനയിച്ചത്. അതിൻ്റെ അകത്ത് നായിക മീനാക്ഷി എന്നായിരുന്നു എൻ്റെ ക്യാരക്ടർ. ഒരു പച്ചയായ ഒരു കൃഷിക്കാരൻ്റെ കഥ പറയുന്ന ഒരു നാടകമായിരുന്നു മണ്ണിൻ്റെ കാമുകൻ. അതിൻ്റെ ടീം നമ്മുടെ കിടങ്ങൂരുള്ള ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന സുരേഷ് നടക്കാവിൽ എന്നയാളാണ്. അതിൻ്റെ ഡയറക്ടർ അർജുൻ കാവനാൽ എന്ന് പറഞ്ഞ ആളാണ്. ഏതായാലും ഒരുപാട് സ്റ്റേജുകൾ ഞങ്ങൾക്ക് ആ നാടകം കൊണ്ടുപോകാൻ പറ്റി. ഒരുപാട് എന്താ പറയുക, ഞങ്ങൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു നാടകമായിരുന്നു അത്. സഹോദര തുല്യനായ ബിജു കിടങ്ങൂർ ആയിരുന്നു ഈ നാടകത്തിലേക്ക് അവരെ കൈപിടിച്ചു കയറ്റിയത്. ഈ നാടകം വലിയ ശ്രദ്ധ നേടുകയും നിരവധി വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ബിജു കിടങ്ങൂർ സീരിയലുകളിലേക്ക് അവസരം നേടിക്കൊടുത്തു. ആശയുടെ സിനിമാ പ്രവേശനത്തിന് വഴിയൊരുക്കിയത് ബിജുവിന്റെ സുഹൃത്തായ ഷാജഹാൻ തൊടുപുഴയാണ്. ഷാജഹാന്റെ സഹായത്തോടെയാണ് മിന്നാമിനുങ് എന്ന സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ആശയ്ക്ക് ലഭിക്കുന്നത്. ആദ്യ സിനിമ തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നത് ആശാ രാജിന് വലിയ അഭിമാനമായി. അഭിനയ രംഗത്ത് മാത്രമല്ല, മറ്റു പല മേഖലകളിലും ആശ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മികച്ച നടിക്കും ഡബ്ബിങ്ങിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഫ്രെയിം 24 ഫിലിം സൊസൈറ്റിയുടെയും നരേന്ദ്രപ്രസാദ് സാറിന്റെയും പേരിലുള്ള പുരസ്കാരവും മികച്ച നടിക്കുള്ള അവാർഡുകളിൽ ഉൾപ്പെടുന്നു. ഒരു ബ്യൂട്ടീഷ്യൻ അപാരത എന്ന കഥ സാഹിത്യവേദിയുടെ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിതകളും രചിക്കാറുണ്ട്. ഡബ്ബിംഗ്, ഷോർട്ട് ഫിലിംസ്, ആൽബങ്ങൾ, പരസ്യങ്ങൾ, കഥാരചന, കവിതാരചന, ഡ്രോയിങ് തുടങ്ങിയ മേഖലകളിലും ആശ സജീവമാണ്. 4 സിനിമകൾ റിലീസിനായി ഒരുങ്ങുന്നുണ്ട്. ആശാ രാജിന്റെ ഭർത്താവ് ഒരു ഇലക്ട്രീഷ്യനാണ്. മക്കളും കലാരംഗത്ത് സജീവമാണ്. നൃത്തത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. തന്റെ വിജയങ്ങൾക്ക് കാരണം ദൈവാനുഗ്രഹവും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയും മാതാപിതാക്കളുടെ അനുഗ്രഹവുമാണെന്ന് ആശാ രാജ് വിശ്വസിക്കുന്നു. i4a ന്യൂസ്, ഏറ്റുമാനൂർ.